കൊച്ചിയിൽ NCC ക്യാമ്പിൽ ഭക്ഷ്യവിഷബാധ. തൃക്കാക്കര KMM കോളേജിലെ ക്യാമ്പിൽ പങ്കെടുത്ത 70 വിദ്യാർത്ഥികളെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ആരോഗ്യനില വിദ്യാർത്ഥികളുടെ തൃപ്തികരമാണ്. അഞ്ജലി ശ്രീചിതാരാജുണ്ട്. അഞ്ജലി, ഇപ്പോൾ രക്ഷിതാക്കൾ ഇപ്പോൾ കോളേജിൽ എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് രക്ഷിതാക്കൾ നൽകുന്ന കൂടുതൽ പ്രതികരണങ്ങൾ? എന്താണ് സ്ഥലത്തുനിന്ന് നൽകുന്ന വിവരം? ആര്യ, തൃക്കാക്കര KMM കോളേജിൽ 518 വിദ്യാർത്ഥികളായിരുന്നു ഈ NCC ക്യാമ്പിൽ പങ്കെടുത്തത്. ഈ കുട്ടികൾക്ക് ഉച്ചയ്ക്ക് ശേഷം ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയായിരുന്നു. തുടർന്ന് ആദ്യഘട്ടത്തിൽ 30 വിദ്യാർത്ഥികളെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു എന്നായിരുന്നു വിവരം. പിന്നീട് ഇത് 8 കുട്ടികളെ കൂടെ വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പോൾ നിലവിൽ 70ഓളം കുട്ടികളെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലും കൂടാതെ മറ്റ് ആശുപത്രികളിലും പ്രവേശിപ്പിച്ചു എന്നാണ് ഇവിടെ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ. ഇപ്പോൾ രക്ഷിതാക്കൾ എല്ലാവരും ഇവിടെ കൂടി നിൽക്കുകയാണ്. കാരണം ആരൊക്കെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്, ഏതൊക്കെ ആശുപത്രിയിലാണുള്ള എന്ന വിവരം ലഭിക്കാനായിട്ടാണ് ഇവർ കാത്തിരിക്കുന്നത്. കൂടാതെ ഇവരുടെ ഈ ബാക്കി വിദ്യാർത്ഥികളും ഈ കോളേജിൽ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. ഇവർക്ക് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഫുഡ് കഴിച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടായത്. എന്നാൽ ഇന്നലെ മുതൽ ഇത്തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ കുട്ടികൾക്കുണ്ടായി എന്നാണ് സമീപ പ്രദേശത്തുള്ള ആളുകളൊക്കെ വ്യക്തമാക്കുന്നത്. അതായത് ഈ കോളേജിൽ നിന്നും ക്യാൻറ്റീനിൽ നിന്നും ഭക്ഷണം കഴിച്ച ചേട്ടാ, ഇത് എന്നായിരുന്നു? നിങ്ങൾ ഈ ഭാഗത്തുള്ള ആളുകളാണോ? ഞങ്ങൾ തൃക്കാക്കര തന്നെ ഉള്ളതാണ്. എപ്പോഴാണ് ഇത് അറിഞ്ഞത്? അതായത് ഇതിപ്പോൾ നമ്മൾ വാർത്തയിൽ കണ്ടിട്ടാണ് നമ്മൾ അറിയുന്ന വിവരം. അപ്പോൾ അങ്ങനെ വിളിച്ച് സംസാരിക്കാനുള്ള സാഹചര്യം കിട്ടി. അപ്പോൾ ഇവർ എൻ്റെ മോനും കൂടെ കൂട്ടുകാരും ഒക്കെ ഛർദ്ദിച്ച് 2 പ്രാവശ്യം 3 പ്രാവശ്യം ഛർദ്ദിച്ചെന്ന് പറയുന്നുണ്ട്. മോനിപ്പോൾ എവിടെയാണുള്ളത്? ഇപ്പം ഇവിടെ ഉണ്ട്, കോമ്പൗണ്ടിലുണ്ട്. കുറച്ച് പേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെ ഈ ക്യാൻറ്റീൻ തന്നെയാണോ ഫുഡ് ഉണ്ടായിരുന്നത്? നമുക്ക് അതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല. അതാണ് ഞങ്ങളിവിടെ നിന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു ക്ലാരിറ്റി തരുന്നില്ല. മകന്റെ ആരോഗ്യനിലയെക്കുറിച്ച് എന്തെങ്കിലും വ്യക്തമാക്കി? അപ്പോൾ അവനുമായിട്ട് സംസാരിച്ചതിൽ കുഴപ്പമില്ലെന്നാണ് അവൻ പറഞ്ഞത്. പക്ഷെ എന്നാലും കൂടെയുള്ള പിള്ളേർ ഛർദ്ദിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ തളർന്നിരിക്കുകയെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ അവരെ കൂട്ടിക്കൊണ്ട് പോകാമെന്നുള്ളതാണ് നമ്മുടെ അടുത്ത്. ഇപ്പോഴും വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നാണ് സമീപ പ്രദേശത്തുള്ള, അതായത് കുട്ടികളുടെ മാതാപിതാക്കൾ അറിയിക്കുന്നത്. ഇപ്പോഴും ഇവിടെ കുട്ടികൾ ഈ കോളേജിനുള്ളിലുണ്ട്. ഇവരിൽ പലർക്കും ഇത്തരത്തിലുള്ള ഛർദിയും മറ്റ് അനുബന്ധ ബുദ്ധിമുട്ടുകളും ഉണ്ടായതിനെ തുടർന്ന് പലരെയും, അതായത് കോളേജ് ഗേറ്റിന്റെ പിൻവശത്തു കൂടെയാണ്, ഇവിടെ മുൻവശത്ത് രക്ഷിതാക്കൾ കൂടി നിൽക്കുന്നതിനാൽ പിൻവശത്തു കൂടെയാണ് ആംബുലൻസിൽ വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ എത്തിക്കുന്നത്. കൂടാതെ ആർമിയുടെ വാഹനത്തിലും ഇപ്പോൾ ആശുപത്രിയിലേക്ക് കുട്ടികളെ എത്തിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. 70ഓളം വിദ്യാർത്ഥികളെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കൂടുതലും വിദ്യാർത്ഥികളെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. രക്ഷിതാക്കളെല്ലാം ഇവിടെ കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം അവരുടെ ആശങ്ക ഒഴിയുന്നില്ല. ഏതൊക്കെ വിദ്യാർത്ഥികൾക്കാണ്, തങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് അവർക്ക് ഇവിടെ കാത്തിരിക്കുന്നത്. തങ്ങളുടെ കുട്ടി ഇവിടെ അല്ല, എന്റെ കുട്ടികളൊന്നുമില്ല. എവിടെ നിന്ന് വരുന്നത്? ഞാൻ നഗരസഭ കൗൺസിലറാണ്. ഇപ്പം ഈ ഒരു കാര്യത്തിനെ കുറിച്ച് ഈ കാര്യത്തെപ്പറ്റി പറയാനുള്ളത്, കുട്ടികൾ വന്ന് ക്യാമ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ വളരെ സൂക്ഷ്മതയോടെ നോക്കിയിട്ടില്ല, അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട വേണ്ടപ്പെട്ട ശ്രദ്ധ ചെലുത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ ഇവിടെ എന്തെങ്കിലും കോളേജ് അധികൃതർ എന്തെങ്കിലും വ്യക്തമാക്കിയോ? കോളേജ് അധികൃതർ നിലവിലൊന്നും വ്യക്തമാക്കിയിട്ടില്ല, പുറത്തേക്കൊന്നും അങ്ങനെ സംസാരിച്ചിട്ടില്ല. 20 മുതൽ 29 വരെയുള്ള ക്യാമ്പാണ്. അപ്പം ഭക്ഷണം ഇവിടെ നിന്നാണ്. എന്തെങ്കിലും പ്രശ്നം ഇതിനു മുന്നേ ഈ